തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം, മരണം വരെയും വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗരാജ്യത്തിൻ്റെ ദൂത് ഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കാൻ നമുക്ക് ഇപ്പോൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന ഓരോ മകനും ഓരോ മകളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി ഹൃദയപൂർവ്വം ദാഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എൻ്റെ മേൽ എഴുന്നള്ളി വന്ന് എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. അരൂപിയുടെ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നിമിഷങ്ങളിൽ അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നതമായ അഭിഷേകങ്ങൾ ദൈവമക്കളിലേക്ക് പടരട്ടെ. ലോകം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം കൊണ്ട് ഇപ്പോൾ നിറയട്ടെ. ദൈവരാജ്യത്തിൻ്റെ ദൂതുകൾ ശ്രവിക്കാൻ തക്കവണ്ണം ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ദൈവമക്കളുടെ മേൽ ആവസിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് ആവസിക്കട്ടെ. ക്ഷീണിച്ചിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, പ്രാർത്ഥനാ അഭിഷേകം മങ്ങിപ്പോയവർ, ഉണർവില്ലാത്തവർ, തളർന്നിരിക്കുന്നവർ, പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, പ്രാർത്ഥന നശിച്ചു പോയവർ, ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടവർ, വിശ്വാസം മങ്ങിപ്പോയവർ, സകല ദൈവമക്കളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ വരണമേ. ഭാരം, രോഗം, ദുഃഖം, വേദന, ഇങ്ങനെ ഒത്തിരി തളർന്നിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ആനന്ദത്തിൻ്റെ ആത്മാവായി, ആനന്ദത്തിൻ്റെ തെളിനീരായി പരിശുദ്ധാത്മാവേ ഇപ്പോൾ അവിടുന്ന് പ്രവഹിക്കണമേ. ആനന്ദത്തിൻ തെളിനീരാലെ ആശ്വാസദായക വന്നിടണേ, ആനന്ദത്തിൻ തെളിനീരാലെ ആശ്വാസദായക വന്നിടണേ, വറ്റി വരണ്ട ഹൃദയങ്ങളിൽ ജീവന്റെ അരുവിയായൊഴുകിടു നീ, ജീവന്റെ അരുവിയായൊഴുകിടു നീ. പരിശുദ്ധാത്മാവേ, Holy power, mighty anointing, come to us. Hallelujah, hallelujah, hallelujah. പരിശുദ്ധാത്മാവേ, നിറയട്ടെ.
ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സകല ജീവജാലങ്ങളുടെ സകലന്റെ മേലും ദൈവത്തിന്റെ ശക്തി ആവസിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉന്നത ശക്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഹൃദയങ്ങളെ ഉണർത്തണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിയാൽ ജ്വലിപ്പിക്കണമേ. മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. ദൈവരാജ്യ ശക്തി കൊണ്ട് ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീഷ്ണത ഉണ്ടാകട്ടെ, തീഷ്ണത ഉണ്ടാകട്ടെ. എല്ലാ ഹൃദയങ്ങളും എല്ലാ തിന്മയുടെ കെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആത്മീയ അഭിഷേകത്താൽ കത്തി ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വിശുദ്ധി തന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, വിശ്വാസികൾ തൻ കൂട്ടായ്മയിലേക്കെഴുന്നള്ളിടണമേ, എഴുന്നള്ളിടണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 ഇപ്പോൾ എഴുന്നള്ളി വരണമേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, ഇതാ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം ഒരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അച്ഛൻ ഒരു പ്രദേശത്തേക്ക് സുവിശേഷ വേലയ്ക്കായി പോയപ്പോൾ അവിടെ ഒരു കുടുംബത്തിൽ പ്രവേശിച്ചു. അപ്പോൾ സ്വർഗീയമായ സന്തോഷം കൊണ്ട് നിറഞ്ഞൊരു കുടുംബത്തെ അച്ഛൻ കണ്ടു. അപ്പനും അമ്മയും മക്കളും അർദ്ധരാത്രിയായിട്ട് ഉറങ്ങാതെ ദൈവ ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരു ദൈവദാസനെ സ്വീകരിക്കാൻ വേണ്ടി ദാഹത്തോടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ ഭവനത്തിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ കുടുംബം മുഴുവൻ ഒരു സ്വർഗീയ സന്തോഷം പങ്കിടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ആ ഭവനത്തെക്കുറിച്ച് മറ്റുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത് എങ്ങനെയാണ്, അച്ഛാ, അവർ ധ്യാനം കൂടിയതിന് ശേഷം ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല, ഇന്ന് വരെ പുകവലിച്ചിട്ടില്ല, ഇന്ന് വരെ മുറുക്കുകയോ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് 10-16 വർഷത്തോളം പരിചയമുള്ളൊരു കുടുംബമാണ് ആ കുടുംബം. ഈ കുടുംബത്തിൽ ആദ്യകാലങ്ങളിൽ ഞാൻ പോയപ്പോൾ കണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. വായെല്ലാം മുറുക്കി മുറുക്കി ചുമപ്പിച്ച് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കുത്തഴിഞ്ഞൊരു കുടുംബം, പ്രാർത്ഥന ദുർബലമായൊരു കുടുംബം,
നശിച്ചുകൊണ്ടിരിക്കുന്ന നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. എന്നാൽ അവർ ഒരിക്കൽ ദൈവവചനം കേട്ടു, അവർ ഒരിക്കൽ ദൈവത്തെ ആരാധിച്ചു, ദൈവാത്മാവ് വന്നു. ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം ജ്വലിച്ചിരിക്കുകയാണ്. എനിക്ക് എൻ്റെ യേശുക്രിസ്തുവിന് യോഗ്യമായ വിധം ജീവിക്കണം, എനിക്ക് എൻ്റെ യേശുക്രിസ്തുവിന് യോഗ്യമായ വിധം ജീവിക്കണം. എൻ്റെ യേശുക്രിസ്തു വരുമ്പോൾ എൻ്റെ യേശുക്രിസ്തുവിനെ എതിരേൽക്കാൻ തക്കവണ്ണം കറയോ ചുളിവോ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ഒരാഗ്രഹത്തെ ഞാൻ കണ്ടു. എൻ്റെ യേശുക്രിസ്തുവിന് യോഗ്യമാവണ്ണം ജീവിക്കണം. അതിനുവേണ്ടി മദ്യപാനം ഉപേക്ഷിക്കണോ? ഞാൻ മദ്യപാനം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പുകവലി ഉപേക്ഷിക്കണോ? ഞാൻ പുകവലി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഞാൻ മുറുക്ക് നിർത്തണോ? മുറുക്ക് നിർത്താൻ തയ്യാറാണ്. പാപത്തോട് വിട പറഞ്ഞ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും ഞാൻ അന്ന് കണ്ടു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഈ 11 മണി വരെയും അല്ലെങ്കിൽ തുടർന്ന് ഈ രാത്രിയുടെ ഈ യാമങ്ങളിലൊക്കെയും ഞങ്ങളൊരു ശുശ്രൂഷയ്ക്ക് പങ്കെടുത്തിരുന്നു. ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നിരിക്കുകയാണ്. അന്ന് അവർ ശുശ്രൂഷയ്ക്ക് പോയിട്ട് മടങ്ങി വന്നിരിക്കുകയാണ്. ദൈവവചനം ഉള്ള സ്ഥലത്ത് പോയി വചനം കേൾക്കുന്നതിൽ ആവേശമുള്ളൊരു കുടുംബം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, നിൻ്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. നിൻ്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതുകൊണ്ട് ദൈവം ഒരു വലിയ വാഗ്ദത്തം അവർക്ക് നൽകുകയാണ്. ഭൂവാസികളെ പരീക്ഷിക്കാൻ, ഭൂവാസികളെ പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. പരിമിതമായ ശക്തി ഏത് നിമിഷവും പൊട്ടിപ്പാകുന്ന നീർക്കുമള ഈ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. എങ്കിലും അദ്ദേഹത്തിനൊരു ദാഹമുണ്ട്, എൻ്റെ യേശുക്രിസ്തുവിന് യോഗ്യമാവണ്ണം ജീവിക്കണം, എനിക്ക് പാപം വേണ്ട, എൻ്റെ യേശുക്രിസ്തുവിനെ എതിരേൽക്കാൻ തക്കവണ്ണം ഞാൻ ഒരുങ്ങണം. അതുകൊണ്ട് ദൈവം വചനത്തിലൂടെ വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ഭൂവാസികളെ പരിശോധിക്കാനായി ഭൂമുഖത്ത് ഉണ്ടാകാനിരിക്കുന്ന കഠിനമായ പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്തെന്നാൽ എൻ്റെ വചനം നീ കാത്തു. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. നിനക്കുള്ള കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നീ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തു ദൈവവചനത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. നിനക്കുള്ള നിൻ്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കണം. യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ കർത്താവ് നൽകുന്ന അതിപ്രധാനമായൊരു നിർദ്ദേശമാണിത്. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമെമ്പാടും യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് വരെ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിലും ആന്തരികമായ ഉത്കടദാഹത്താൽ ദൈവികമായ ശക്തിക്ക് വേണ്ടി യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എൻ്റെ സഹോദരീ സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് യേശുക്രിസ്തുവിന് വേണ്ടി കത്തിജ്വലിക്കുന്ന ഹൃദയവുമായി യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇതാ കർത്താവിൻ്റെ വചനം ഓരോ മകനും മകൾക്കും വേണ്ടി ഒരു ദൂത് മുഴക്കുകയാണ്. നിനക്കുള്ള കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നീ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ അരികിലെത്തുന്നത് വരെ പാപത്തിൽ വീഴാതെ അവിടുത്തെ തിരുസന്നിധിയിൽ യോഗ്യമായ വിധം പ്രത്യക്ഷപ്പെടാൻ തക്ക വിധം കർത്താവെ, കിരീടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്ക വിധം എനിക്കുള്ളത് കാത്തു സൂക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കിരീടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കുക എന്ന വചനപ്രകാരം കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ശ്രദ്ധയോടെ ആയിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായ ശക്തി ആവസിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ, യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ കറയോ കളങ്കമോ ഇല്ലാതെ ജീവിപ്പാൻ ശക്തി പരിമിതമാണെങ്കിലും പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള കർത്താവിൻ്റെ വചനം കാത്ത് ജീവിപ്പാൻ ഓരോ മകനെയും ഓരോ മകളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്.
കർത്താവായ യേശുവേ വേഗം വരണമേ. മാറാനാത്ത. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ മാറാനാത്ത. കർത്താവായ യേശു ക്രിസ്തു ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ യേശു, സ്വർഗീയ അഭിഷേകങ്ങൾ പകർന്നതിൻ്റെ ദാസരെ ശക്തിപ്പെടുത്തുന്നവനായ യേശു ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിൽ. ഈ നിമിഷങ്ങളിൽ നമുക്ക് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം. യേശുവേ, ആത്മീയമായി ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഹതഭാഗ്യന്മാരാകാതെ ഉറച്ചു നിന്ന് അവിടത്തോടുകൂടെ വാഴാൻ തക്ക വിധം നിലനിൽപ്പിൻ്റെ വരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കുള്ളത് ആരും കവർന്നെടുക്കാതിരിക്കാൻ തക്കവണ്ണം, ജീവൻ്റെ കിരീടത്തിൻ്റെ അവകാശികളായി മാറാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ അങ്ങയെ നോക്കി ജീവിച്ച്, ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിച്ച്, ഈ ഭൂമിയിൽ പ്രാർത്ഥനയോടെ ജീവിച്ച്, ഈ ഭൂമിയിൽ ത്യാഗത്തോടെ ജീവിച്ച്, ഈ ഭൂമിയിൽ ജാഗരിച്ച് ജീവിച്ച്, ഈ ഭൂമിയിൽ കഷ്ടത്തോടും ക്ലേശത്തോടും കൂടി ജീവിച്ച് വിശുദ്ധിയിൽ അടിക്കടി അഭിവൃദ്ധി പ്രാപിച്ച് എൻ്റെ യേശുക്രിസ്തുവിൻ്റെ വേല ചെയ്ത് എൻ്റെ യേശുക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് എൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രിയനായി ജീവിച്ച് ഒരു നാൾ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ അരികിൽ എൻ്റെ യേശുവിനോട് എനിക്ക് ചേരണം. എൻ്റെ യേശു വരുമ്പോൾ യേശുവിന് യോഗ്യനായിരിക്കാൻ തക്കവണ്ണം എനിക്ക് ഉണർവോടെ ജീവിക്കണം. ഞാനിതാ എൻ്റെ യേശുവെ, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആയുസ്സിൽ ദിനമാകയും തൻ്റെ നാമമഹത്വത്തിനായി, എൻ്റെ ആയുസ്സിൽ ദിനമാകയും തൻ്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരിപ്പോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരിപ്പോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. എൻ്റെ ആയുസ്സിൽ ദിനമാകയും തന്റെ നാമമഹത്വത്തിനായി നാമത്തിനു വേണ്ടി ജീവിക്കും. എൻ്റെ ആയുസ്സിൽ ദിനമാകയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരിപ്പോ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നിലനിൽപ്പിൻ്റെ വരം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയവരെ കർത്താവ് കൈപിടിച്ച് ഉയർത്തുന്നു. നിരവധി വ്യക്തികൾക്ക് ഇപ്പോൾ കർത്താവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള അത്ഭുത അഭിഷേകത്തെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. പാപം വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ കർത്താവ് നൽകുന്നു. നിരവധി രോഗികളുടെ മേൽ കർത്താവിൻ്റെ ശക്തികൾ വ്യാപരിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകം വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇപ്പോൾ ലഭിക്കുന്നു. ഉണർവോടെ കർത്താവിനെ ആരാധിക്കാനുള്ള കൃപ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മനസ്സ് തുറക്കട്ടെ, ഹൃദയങ്ങൾ തുറക്കട്ടെ, ആത്മാവ് ഉണരട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിക്കുക, യേശുവേ, ഇപ്പോൾ സ്പർശിക്കണമേ. മന്ദത മാറട്ടെ, മരവ് മാറട്ടെ. അത്ഭുത ഉണർവ് ദൈവങ്ങൾക്ക് ലഭിക്കേണ്ട കർത്താവേ, അത്ഭുത ഉണർവ് ലഭിക്കേണ്ട കർത്താവേ. നഷ്ടപ്പെട്ടത് യഥാകാലം തിരിച്ചു നൽകുന്ന കർത്താവേ, ഉണർവോടെ അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിക്കാനുള്ള അത്ഭുത കൃപ ലഭിക്കട്ടെ. യേശുവേ, 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 യേശുവേ. Come, Lord Jesus.
സിസ്റ്റർ അനത്തോലിയ. ഞാൻ ഈ താഴെ താവളം മഠത്തിലാണ്, സെന്റ് മേരിയ ഗവൺമെന്റിലാണ്. എന്താ അനുഭവമാണ് ഉണ്ടായത്? എൻ്റെ കൈ ഒരു 20 കൊല്ലത്തോളമായി എൻ്റെ കൈവിരൽ മുഴുവൻ പൊട്ടിക്കീറുമായിരുന്നു. 20 വർഷത്തോളമായി ഈ സിസ്റ്ററിന്റെ കൈവിരലുകൾ പൊട്ടിക്കീറുന്ന ഒരു അനുഭവത്തിലായിരുന്നു. രക്തം വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് കൈ മടങ്ങാണ്ടായി. കുറച്ചു കാലമായിട്ട് കൈ മടങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഇന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരിയുടെ കൈവിരൽ മടങ്ങി നോക്കും ചെയ്യാത്തത് നൂരാറായി പറഞ്ഞു. അപ്പൊ ഞാൻ മടക്കി നോക്കിയപ്പോ എന്റെ കൈവിരൽ ആ കൈകളൊന്ന് മടക്കി കാണിച്ചേ. ആ കൈകൾ ശരിക്കൊന്ന് മടക്കി കാണിച്ച്, ഇങ്ങനെ നീട്ടി മടക്ക്, ഇങ്ങനെ ഒന്നുകൂടെ മടക്കിക്കേ. ഇത് മടങ്ങാത്ത കൈകൾ ഇതാ മടങ്ങുന്നു. ഒന്നുകൂടെ മടക്ക്, മടക്ക്, ഒന്നുകൂടെ മടക്ക്, ഒന്നുകൂടെ മടക്ക്, ഒന്നുകൂടെ മടക്ക്. ഹല്ലേലൂയ. കൈയടിച്ച് സ്വയം മാറ്റപ്പെടുത്താം. പോരാ പോരാ, ശക്തിയോടെ കൈയടിച്ച്. 20 വർഷമായി കൈ പൊട്ടിക്കീറുന്ന അനുഭവമുള്ള കൈകളായിരുന്നു. ഇപ്പോൾ ഇതാ ഈ 2 കൈകൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. കുറച്ച് കാലമായി കൈ മടങ്ങാത്ത അവസ്ഥ ഉണ്ടായിരുന്നു, അതിപ്പോൾ മാറി നന്നായിട്ട് മടങ്ങുന്നു. ഒന്നും കൂടെ കൈയടിച്ച് സ്വയം മഹത്വപ്പെടുത്താ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് അനില. ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. എനിക്ക് സാധാരണ യാത്ര ചെയ്താൽ എൻ്റെ റൈറ്റ് സൈഡ് മുഴുവൻ സാധാരണ നീര് വന്ന് വീങ്ങുന്ന വർഷങ്ങളായിട്ടുള്ള, യൂഷ്വലി സാധാരണ ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ, എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് എടുത്തില്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നേരിയ തോതിൽ കാലയിൽ കുറച്ച് നീരൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട്, ഇന്ന് സ്തുതിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് വേറെ ജോയിൻസിനുണ്ടായ പെയിൻ മുഴുവൻ മാറി. നേരത്തെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു എൻ്റെ നടുവിന് 10 വർഷത്തിലേറെ ആയിട്ട്. അതെന്താ നടുവിന്റെ വേദന? അത് വ്യക്തമായിട്ടൊന്ന് പറയാം, എന്താ ഉണ്ടായത്? അത് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡെവലപ്പ് ചെയ്തതാണ്. ഇടക്കാലം കൊണ്ട് മരുന്ന് കഴിച്ച് മാറി. എങ്കിലും നടുവിന് വേദന എത്ര വർഷമായിട്ടുള്ളതാണ്? 10 വർഷത്തിലേറെ ആയി കാണും. 10 വർഷത്തിലേറെയായി ആ ഡെലിവറിക്ക് ശേഷം ഉണ്ടായ വേദന. അതിനുശേഷം ഇടക്ക് മരുന്ന് കഴിച്ചു മാറി, പിന്നെയും തിരിച്ചു വരും. പോരണതിന് 2 ദിവസം മുമ്പ് ഭയങ്കര നടുവേനയും വയറിന് ഭയങ്കര പ്രയാസമായിരുന്നു. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയത്തിൽ ആണ് ഞാൻ നിന്നിരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് യാതൊരു അസ്വസ്ഥത ഉണ്ടായില്ല. നടുവേദന വിട്ടുമാറിയോ? കംപ്ലീറ്റ്, പൂർണ്ണമായിട്ടും അത് വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് സ്വയം മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ.